ആധികാരികം ഏകപക്ഷീയം. പാകിസ്ഥാനെ ദുബായിൽ കൊന്നു കുഴിച്ചുമൂടി ടീം ഇന്ത്യ. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന്റെ തോൽവിക്ക് പകരം വീട്ടാനും ടീം ഇന്ത്യക്ക് കഴിഞ്ഞു. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും ബോളർമാരുടെ മികച്ച പ്രകടനവുമാണ് ആധികാരികമായ വിജയം ഇന്ത്യക്ക് സമ്മാനിച്ചത്. മത്സരത്തിൽ ടോസ് കിട്ടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. മികച്ച തുടക്കം ബാബർ പാകിസ്ഥാന് സമ്മാനിച്ചു. പരിക്കുപറ്റി ഷമി പുറത്തുപോയത് ഇന്ത്യക്ക് ആദ്യം തിരിച്ചടിയായി. എന്നാൽ ബോളിംഗ് ചേഞ്ചായി വന്ന ഹർദിക് പതിവ് പോലെ പാകിസ്ഥാനെതിരെ മികച്ച പ്രകടനം നടത്തിയപ്പോൾ 23 റൺസിന് ബാബർ വീണു. ബുള്ളറ്റ് ത്രോയിൽ ഇമാദിനെ പുറത്താക്കി അക്സർ മത്സരത്തിൽ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവന്നു. എന്നാൽ പിന്നീട് ക്യാപ്റ്റൻ റിസ്വാനും സൗദ് ഷക്കീലും കൂടെ 104 റൺസിന്റെ പാർട്ണർഷിപ്പ് പാകിസ്ഥാന് വേണ്ടി നേടി. എന്നാൽ ഡോട്ട് ബോളുകൾ കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും മത്സരത്തിൽ ആധിപത്യം എടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അവസാനം ഇന്ത്യ കൃത്യമായ വിക്കറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് 241 അവസാനിച്ചു. കുൽദീപ് യാദവ് 3 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാന്റെ പേസ് ബോളർമാരെ കടന്നാക്രമിച്ചാണ് രോഹിത്തും ഗില്ലും തുടങ്ങിയത്. രോഹിത്തിനെ അഫ്രീദി മടക്കിയെങ്കിലും ടോപ്പ് ഫോമിലുള്ള ഗിൽ പാക് പേസ് ബോളർമാരെ തകർത്തു. അബ്രറിന്റെ ഒരു മികച്ച ബോളിംഗ് ഗിൽ പുറത്തുപോയെങ്കിലും പിന്നീട് കൂടിച്ചേർന്ന അയ്യർ കോഹ്ലി സഖ്യം 114 റൺസ് കൂട്ടിച്ചേർത്തപ്പോൾ മത്സരം ഇന്ത്യ സ്വന്തമാക്കി. അയ്യർ 56 റൺസ് നേടി. പാകിസ്ഥാനെതിരെ എന്നും മികച്ച പ്രകടനം നടത്തുന്ന കോഹ്ലി ഒരിക്കൽ കൂടെ തന്റെ വിശ്വരൂപം പുറത്തെടുത്തപ്പോൾ ഏകദിന ക്രിക്കറ്റിലെ 51ാം സെഞ്ചുറി താരം സ്വന്തമാക്കി. ഒടുവിൽ പാകിസ്ഥാന്റെ സ്കോർ 45 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. വിരാട് കോഹ്ലി തന്നെയാണ് കളിയിലെ താരം. മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാന് ശരിക്കും തകർത്തു കളയുകയായിരുന്നു. പാക് ബാറ്റർമാരുടെ ഓവർ ഡിഫൻസ് തന്നെയാണ് ഈ മത്സരത്തിലും ടീമിന് തിരിച്ചടിയായത്. അബ്രറിന് പിന്തുണ നൽകാൻ വേറൊരു ക്വാളിറ്റി സ്പിന്നർ ഇല്ല എന്നതും മോശം ഫീൽഡിങ്ങും പാകിസ്ഥാന്റെ തോൽവിക്ക് കാരണമായി. വിജയത്തോടെ ഇന്ത്യ ഏറെക്കുറെ സെമി ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. തോൽവിയോടെ പാകിസ്ഥാന്റെ സെമി പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചു. നാളത്തെ മത്സരത്തിൽ ന്യൂസിലാൻഡ് ബംഗ്ലാദേശിനെ നേരിടും. ന്യൂസിലാൻഡ് മത്സരം വിജയിച്ചാൽ ഇന്ത്യയെ ന്യൂസിലാൻഡ് സെമിയിലേക്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും പുറത്താകും. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.